അതങ്ങനൊന്നും പറയല്ല, അങ്ങനൊന്നും പറയല്ല. ഇത് ലോൺ എടുക്കാനും ആരും തിരിയാവില്ല. നിങ്ങളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഫോണില് പൈസ ഇല്ല സാറേ. എത്ര ദിവസമായി നിങ്ങളെ വിളിക്കുന്നേ? പൈസ ഇല്ലാത്തോണ്ട് കോള് വരുന്നത് സാറേ. അവിടെ മാനേജറൊക്കെ ചൂടാവും എന്നോട്, പൈസ എടുക്കാത്തോണ്ട്. കുറെ ശ്രമിച്ചു സാർ, ഒന്നും ശരിയാവുന്നില്ല. ഒരുപാട് ആൾക്ക് ചോദിച്ചു, ആർക്കും ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? നിങ്ങൾ മാനേജറിനോട് സംസാരിക്കൂ. എത്രയും പെട്ടെന്ന് നടക്കും സാറേ. നിങ്ങൾ മാനേജറോട് സംസാരിക്കൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സാറേ. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾക്ക് ചെയ്തെന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ മാനേജ്മെന്റിനോട് സംസാരിക്കണം. ജപ്തി നോട്ടീസൊക്കെ വന്ന് കിടക്കുക, ചെയ്യാന്നൊരു പൊട്ടം കിട്ടുന്നില്ല. നിങ്ങൾ മാനേജ്മെന്റിനോട് സംസാരിക്കണം. നിങ്ങൾ ഓഫീസിലേക്ക് വരൂ. നിങ്ങൾ 1-2 പൈസ ഒന്നല്ല അടക്കാനുള്ളത്. 3-4 ലക്ഷം റുപ്യ അടക്കാനില്ലേ? അടച്ചോളാം സാറേ. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പകുതി പൈസയെങ്കിലും നടക്കണം. നിങ്ങൾ പകുതി ഒന്നും ആവില്ല സാറേ. ഞാൻ ഒരുപാട് പേരത്ത് ചോദിച്ചു സാറേ, ആരും ഒന്നും ചെയ്തു തരുന്നില്ല സാറേ. ഇത് പറ്റൂല സാറേ. നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്ക്, നമ്മൾ പറയുന്നത് നിങ്ങൾ അനുസരിക്ക്. 3-4 ലക്ഷം റുപ്യ നിങ്ങൾ അടക്കാനുണ്ട്. അതിൽ പകുതി പൈസയെങ്കിലും ഒന്ന് അടക്കണം, അല്ലാതെ നമുക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാ. ഓക്കെ സാർ, ഞാൻ നേരത്തെ ചോദിച്ചു നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഒന്ന് തന്നെ അടക്കും സാറേ. നിങ്ങൾ ആരെ വിളിക്കണമെന്ന് വെച്ചാൽ വിളിച്ചോ, പക്ഷെ ഞാൻ പൈസ കിട്ടിയിട്ടേ പോവുള്ളൂ. ഓക്കെ സാറേ, ഞാൻ നേരത്തെ ചോദിച്ചു നോക്കട്ടെ സാറേ. നോക്കാം, പരമാവധി നമുക്ക് നോക്കാം സാറേ. നിങ്ങൾ കുറെ അവധി പറഞ്ഞതാ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, എന്താ പ്രശ്നം? എന്താ ഒന്നുമില്ല. ഇയാള് 3-4 ലക്ഷം റുപ്യ കടെടുത്താണ് ബാങ്കിൽ നിന്ന്. ഇപ്പൊ പൈസ തിരിച്ചടക്കുന്നില്ല. ശരി. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. 2-3 ദിവസമായി വിളിക്കുന്നേ, ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്തെങ്കിൽ മാനേജർമാരോട് ഇയാള് എന്തെങ്കിലും സംസാരിച്ചാൽ മതി, പക്ഷെ ഇയാള് ഫോൺ എടുക്കുന്നില്ല. എന്തായാലും ഒന്ന് പൈസ അടച്ചേ പറ്റൂ. ബാങ്കിത്തെ ആളല്ലേ? ഇത് ബാങ്കിൽ നിന്ന് വന്നാണ്. ഒരു ചെറിയൊരു പൈസന്റെ പ്രശ്നമാണ്. നിങ്ങളൊക്കെ ഇതിന്റെ ആരാ? ഞങ്ങൾ എന്റെ ഫ്രണ്ട്സല്ലേ. അതാ നിങ്ങളൊന്ന് സംസാരിക്കാൻ അവനോട്. സംസാരിച്ചു നോക്കട്ടെ. വീടിന് ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാൻ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് എന്താ ചെയ്യാ? 5000 ഉറുപ്പിക എടുക്കാണ്ടാവോ? 5000 ഉറുപ്പിക എടുക്കാന്ന് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. സ്ഥലം മറ്റേ എന്തേ പൈസ എന്തേണ്ടാ? ഇന്ത്യക്കുള്ള പൈസ ഞാൻ ഇപ്പൊ അടവടച്ച് കണ്ടില്ല. ഇപ്പൊ അടവടച്ച് വരുന്ന വയ്യ. കുറച്ച് നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ടായിന്, ഞാൻ നോക്കിയിട്ട് എന്താ പറയണം. എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അതങ്ങനൊന്നും പറയല്ല, അങ്ങനൊന്നും പറയല്ല. ഇത് ലോൺ എടുക്കാനും ആരും തിരിയാവില്ല. ലോൺ എല്ലാവർക്കും ഉണ്ട്. 5000 ഉറുപ്പ്യന്റെ കേസല്ലേ ഇതിനിപ്പോ? അതിനിപ്പോ എന്താണ്? അതിനകത്തും പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളുള്ള കേസൊന്നുമല്ല. ഇത് നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. നമുക്ക് എന്താ വെച്ച് ചെയ്യാം. പെട്ടെന്ന് തരാം. നോക്കട്ടെ, നോക്കാനേ കഴിയുള്ളൂ. ഉറപ്പൊന്നുമില്ല. നോക്കിയിട്ട് ഞാൻ എന്നെ വിളിക്കാം, പറയാം കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സലാം ഖാനൊക്കെ ഉണ്ടാവും ഒരു 5000 ഉറുപ്പിക എടുക്കാൻ. നോക്കട്ടെ, ഞങ്ങൾ സംസാരിച്ചിട്ട് പറയാം കേട്ടോ. സാറേ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഒന്ന് കാര്യത്തും കിട്ടും നോക്കിയിട്ട് വരാം കേട്ടോ. ഇവരടുത്തില്ല എന്നാണ് പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. അല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ നമുക്ക്? എനിക്ക് കഴിയോ? നീ എന്ത് ചെയ്തു കൊടുക്കും? ചെയ്തു കൊടുക്കണല്ല സ്ഥലമേ. ഓന് കള്ളക്കരച്ചിലാണെന്ന് ഒന്നും നോക്കണ്ട. പൈസ ഉണ്ട്, പക്ഷെ കൊടുത്തു കഴിഞ്ഞാല് കിട്ടാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടോ നോക്കട്ടെ, പിന്നെ തരാം, അങ്ങനെയൊക്കെ ഞാൻ പറയാനുള്ള കാരണം. ഒരുപാട് പ്രാവശ്യം നിന്നെ സഹായിച്ച ആളാണ്. നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ കഴിയൂല? ഞാനും എന്തെങ്കിലും ചെയ്തു തരാം. ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല, ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പണിയ സ്ഥലം. അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ കൊടുക്കൂലേ. അത് ഭയങ്കര റിസ്ക്കാ കിട്ടാൻ. ഇങ്ങനത്തെ ഒരു കുടുക്ക് കുടുങ്ങുകൊണ്ടാണ്. എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും ഒരു ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം. കാരണം എൻ്റെ അക്കൗണ്ടിൽ പൈസ വെച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാതെക്കാൻ പറ്റില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീയും ചെയ്യും. ഞാൻ നോക്കട്ടെ എന്താ വിചാരിച്ച ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ നാളെ മറ്റന്നാൾ എന്തേ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാല് നമ്മൾ പിന്നെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പത്തെ പൈസ നോക്കിയിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ എന്തേ ചെയ്തു കൊടുക്കാം.
അല്ലേ? പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ചെയ്യാൻ പറ്റിയാണ് ഇപ്പൊ ചെയ്യാം അല്ലേ? അതാ ഏറ്റവും നല്ലത്. അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ നോക്കട്ടെ, ആ, നമുക്ക് ചെയ്തു ആയിക്കോട്ടെ കൊടുക്കാം. ആയിക്കോട്ടെ, എന്നാ ശരി ആയിക്കോട്ടെ. അല്ല സാറേ, എത്ര പൈസയാണ് ഇപ്പൊ അടച്ചാലാണ് ഇത് പ്രശ്നം ഒഴിവായി ജപ്തി ഒഴിവാകുന്നത്? ഒരു 50,000 ഉറുപ്പെങ്കിലും അടക്കണം. അപ്പൊ സാറേ പിന്നെ 50,000 അടക്കാറ് കഴിഞ്ഞാൽ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ പേ ചെയ്താൽ മതി? ഇപ്പൊ തന്നെ ചെയ്യണോ? ഒരു 10 മിനിറ്റ് തരാം. 10 മിനിറ്റ് 10 മിനിറ്റ് നമ്മള് പിന്നെ ക്യാഷ് ആയിട്ട് ചെയ്യണോ അതോ പിന്നെ ഗൂഗിൾ പേ ചെയ്യണോ? നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഗൂഗിൾ പേ ചെയ്തോ? ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്നാ ക്യാഷ് കിട്ടിയാൽ മതി. ക്യാഷ് കിട്ടിയാൽ മതി. ക്യാഷ് കിട്ടിയാൽ മതി. എന്നാ ശരി, എന്താ ചെയ്യാ സാറേ? സാറേ നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ പറയും സാറേ. നമ്പർ വേണം? സാറ് പറയും. 62 62 8 82 82 23 23 87 47 87 47 47 അല്ലേ? ബാങ്ക് എന്താണല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ബാങ്ക് ലോൺ പ്രശ്നമാവില്ല പാകെ. ഹലോ ഹലോ സാറേ, പൈസ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ സാറേ. നിങ്ങളെ പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണോ? ഓക്കെ സാർ, താങ്ക് യു. നിങ്ങളെ ഫ്രണ്ട് 2 പേരുണ്ടായിരുന്നല്ലോ, അവര് നിങ്ങളെ പൈസ അയച്ചിട്ടുണ്ട്. 50,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സാറേ പിന്നെ ഇപ്പൊ താൽക്കാലിക 50,000 രൂപ ഗൂഗിൾ പേ ചെയ്യാം. 50,000 അയച്ചോളൂ. 50,000 ആയിക്കോട്ടെ. സാറേ വന്നില്ലേ? ഓക്കെ 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 വന്നില്ലേ സാറേ പൈസ? കയറിയിട്ടുണ്ട്. ഓക്കെ എന്നാ ശരി സാറേ. ഓക്കെ, താങ്ക്സ് കേട്ടോ. താങ്ക്സ്. ശരി ഓക്കെ ശരി ശരി ശരി. സാറേ പിന്നെ അവനെ വിളിച്ച് പറയണം കേട്ടോ സാറേ, പൈസ പേ ചെയ്ത കാര്യം. അത് ഞാൻ പറഞ്ഞു. പറയില്ലേ സാറേ? എന്നാ ശരി സാറേ. ഓക്കെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമാവും. തന്നെ വിളിച്ചു പറയണം. വിളിച്ച് പറയണം കേട്ടോ സാറേ. ഓക്കെ. ബാക്കിയുള്ള ക്യാഷും കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് അടക്കണം, അല്ലെങ്കിൽ വിഷയം മാറും കേട്ടോ. ബാക്കിയുള്ള ഞാൻ പെട്ടെന്ന് നോക്കാം സാറേ. ആയിക്കോട്ടെ. ബാങ്ക് അത്രയും ശക്തമായിട്ട് നിൽക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞു തീർക്കാം. എന്തായാലും നിങ്ങളെ പൈസ ഒരു 50,000 രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ശരി. താങ്ക് യു, ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു.